അത് എന്നെ ബോധ്യപ്പെടുത്തണം. തീർച്ചയായിട്ടും അല്ലേ നമ്മൾ പോകുന്നില്ലല്ലോ. അഴിമതിയില്ലെന്ന് എന്താ പറ? അഴിമതി അവിടെ ഇല്ലാത്ത പറ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ ചേച്ചി ഇത്രയും പറഞ്ഞല്ലോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അഴിമതി ഇല്ലെങ്കിൽ പറഞ്ഞ ഞാനിപ്പോ ഈ പണി നിർത്തും. മില്ലുകാരെന്ന് പറഞ്ഞ പണി ഈ ആളിപ്പോ ഇവിടെ നിർത്തും പരിപാടി. എന്നോട് പറയരുത് കേട്ടല്ലോ അഴിമതിയെ പറ്റി, ഫോറസ്റ്റിനെ പറ്റി. ഇവിടെ നിങ്ങളുടെ പണി പിന്നെ എന്നതാ? ഫോറസ്റ്റിലെ മൃഗം ഫോറസ്റ്റിനകത്തിരിക്കണം. ഫോറസ്റ്റിലെ മൃഗം 1972 നിയമം ഫോറസ്റ്റ് നാട്ടുകാർ എന്താ ആത്മാർത്ഥത? അഴിമതി കാണിക്കുന്നതല്ല ആത്മാർത്ഥത. അത് പറയരുത് മേഡം, അങ്ങനെ പറയരുത് മേഡം. അങ്ങനെ അഴിമതി നന്നായിട്ട് അഴിമതി നടത്തുന്ന ഡിപ്പാർട്ട്മെന്റാ. ഇവിടുത്തെ ജനങ്ങളെ പൊട്ടന്മാരാക്കുക. ഒരു മരം വീണ 700 രൂപ, ഒരു പാവത്തിന് തല പോയ 10 ലക്ഷം രൂപ. എന്ത് പറയാൻ? എവിടെ പോയി വാക്ക്? ആ പാവം പിടിച്ച് ചവിട്ടിക്കൊണ്ടപ്പോ അങ്ങനെ പറയരുത്. അതെ, പാവം പിടിച്ച 7 ഇവിടെ ഇരിക്കുക. അങ്ങനല്ല മേഡം, അങ്ങനെ സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കരുത്. നാളെ ഒരു അത്യാഹിതം, ഇൻ കേസ് ദർ ഇസ് ആൻ എമർജൻസി ഉണ്ടായാൽ എന്ത് ചെയ്യും? സമ്മതിച്ചു. എടുത്തില്ലെന്ന് പറയുന്നതല്ല, നാളെ ആർക്കെങ്കിലും ഒരു ആപത്ത് അത്യാഹിതം ഉണ്ടായാലത്തെ കാര്യമാണ് മേഡം ഞങ്ങൾ മുഴുവൻ കണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ വന്നാണ് ഇവിടെ നിൽക്കുന്നത് പറഞ്ഞ് ഇവിടെ വന്ന് നോക്കിയിട്ട് ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞു. സ്റ്റാഫുകൾ അപ്പൊ തന്നെ വന്ന ചേച്ചി. ആ സമയത്ത് ഞാൻ ഇവിടെ നിന്നു. അത്രയും സമയം ഈ ഒരാഴ്ച ഈ 6-7 ദിവസമായിട്ട് എന്ത് സൊല്യൂഷൻ ചെയ്തു ചേച്ചി? അങ്ങനെ ഓടിച്ചിട്ടില്ല. പിന്നെ അവിടുന്ന് ആൾക്കാർ പറഞ്ഞു ചോദിച്ചു, എന്റെ മക്കൾ ഉൾപ്പെടെ ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ ഓടിച്ചില്ല. പിള്ളേരെ കൊണ്ടുവിട്ടിട്ട് വന്ന ഒരു പയ്യൻ ചെന്നപ്പം അവന് കക്കൂസി പോണം തോന്നി. അവൻ ചെന്നപ്പം ആനയുടെ കീഴിലോട്ട് അവൻ ചെന്നത്. സത്യാവസ്ഥ ഇതാ. അപ്പൊ ആന ചീറ്റിക്കൊണ്ട് തിരിഞ്ഞപ്പോ ഇവൻ ഓടിയത് സത്യം. പിള്ളേരെ ഓടിച്ചിട്ടില്ല. പിള്ളേരെ ഞങ്ങൾ സ്കൂളിൽ വിടുന്നില്ല. അങ്ങനല്ല സാറേ, അത് പറഞ്ഞത് തെറ്റാണ്. കാര്യം ഒരു അത്യാഹിതം, ഇൻ കേസ് ദർ ഈസ് ആൻ എമർജൻസി, വാട്ട് വിൽ ഡു? ആര് റെസ്പോൺസിബിലിറ്റി എടുക്കും? അതെ, ഒരു തെങ്ങ് വില 700 രൂപയാണ് കിട്ടുന്നത്. അതെ, ഒരു മനുഷ്യൻ ചേർത്ത 10 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. അതെ, എന്തിനാ ഡിസർവേറ്റം കൊടുത്തു എന്ന് പറഞ്ഞാൽ തീർക്കുമല്ലേ? ഫുൾ സ്റ്റോപ്പ് ചെയ്യല്ലേ? ആർക്ക് പോയി? ഇവർക്ക് പോയി, ഈ കുടുംബത്തിന്, ആ ചേച്ചിക്ക് പോയി, ആ ചേച്ചിയുടെ മക്കൾക്ക് പോയി, എന്റെ കാല് പോയി, എന്റെ ജീവിതമാണ് പോയത്. അതെ, എനിക്ക് നീതി നിഷേധിച്ചപ്പോ എത്ര കോടി രൂപ ജനങ്ങളെ കാർബൺ ഫണ്ട് മറ്റേ ഫണ്ട് എന്ന് പറഞ്ഞ് അടിച്ചു മാറ്റുമല്ലേ സാധാരണപ്പെട്ട ജനങ്ങളെ? ഈ മരത്തിന്റെ കാർബൺ ഫണ്ട് എങ്ങോട്ട് പോകുന്നു മാഡം പറ? സ്ത്രീകളെ ഇറക്കി മുന്നോട്ട് നിർത്തിയിട്ട് വേറെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതൊന്നും അറിയാതെ ഫോറസ്റ്റുകാർ വന്ന് ഇവിടെ പടക്കം പൊട്ടിച്ചിട്ട് പോയാൽ ആന നേരെ അങ്ങോട്ടാണ്. MLA-ക്കും എല്ലാവർക്കും ശമ്പളമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ശമ്പളം. നിങ്ങളെല്ലാം ഞങ്ങളുടെ നികുതി പണം യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എല്ലാം ശമ്പളം കിട്ടുന്നത്. ക്ഷമ നയിച്ച് ജീവിക്കും എല്ലാ പ്രദേശത്തും. അത് കൃത്യമായിട്ട് പറഞ്ഞു. ഈ കുരുമമൊഴി പ്രാകത്ത് തന്നെയല്ല, സാറിന് പ്രത്യേക വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല പറയുന്നത്. കാരണം രാവിലെ തൊട്ട് വിളിച്ചിട്ട് പ്രത്യേകമായിട്ട് ഒരാളെ ഇവിടെ ഇടാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു ഇതാണ്. കരിങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ പറയും ഞങ്ങളുടെ ഏരിയ അല്ല, നേരെ അങ്ങനെ ഞങ്ങൾ ആരെയാണ് വിളിക്കേണ്ടത്? എനിക്ക് തർക്കിക്കേണ്ടതല്ല. ഞാൻ ഇത്രയും ഓടിപ്പാഞ്ഞ് രാവിലെ 7 മണിക്ക് ഇറങ്ങിയ ഡ്യൂട്ടിയിൽ ഞങ്ങൾ യൂണിഫോം വരാതെ ഇന്നലെ രാത്രിയിലും ഉണ്ടായിരുന്നു. ഈ സ്റ്റാഫ് ഉറക്കം കഴിഞ്ഞ് വെളുക്കൊക്കെ 24 മണിക്കൂറുടെ സ്റ്റാഫ് വരട്ടെ. കണമല സ്റ്റാഫ് രാവിലെ തൊട്ട് എന്നോട് ഉണ്ട്, ഇന്നലെ ഉണ്ട് ഇവിടെ. നിങ്ങൾ കണമല സ്റ്റാഫ്, എന്റെ ചോദ്യം, കണമല സ്റ്റാഫ് തന്നെ വേണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട്? എനിക്ക് വനവകുപ്പിലെ സ്റ്റാഫ് മതിയല്ലോ. കണമല സ്റ്റാഫ് ഞാൻ പറയട്ടെ, നിങ്ങൾ ആ രീതി പറയണ്ട. സ്റ്റാഫ് ഇവരെല്ലാം എന്നെ വിളിച്ചിരുന്നു. അമ്മ എന്നെ വിളിച്ചിരുന്നു. ആ വിളിച്ച് അരമണിക്കൂറുള്ള ഇവിടെ സ്റ്റാഫ് വന്നില്ലേ? നിങ്ങൾ വന്നില്ലേ? അരമണിക്കൂറുള്ളിൽ ഇവര് വന്നു. ഇവിടെ ഉണ്ടായിരുന്നു. ഇവര് പൊളിച്ചാ പോയത്. ഞാനൊന്ന് പെട്രോളിങ്ങിന് പോയിട്ട് വന്നപ്പോൾ ഇവരെ കണ്ടിട്ടാ പോകുന്നത്. അത് പറയട്ടെ, ഈ തർക്കിക്കല്ല ഞാൻ വന്നത് പെർമനന്റ്. ഇതേ ഞങ്ങള് നിങ്ങളോട് ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വന്നേ. നിങ്ങളെ പറയട്ടെ, ഞാൻ പറയാം. നമ്മളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥര് ആരും ഇവിടെ, ഈ ഉദ്യോഗസ്ഥരാരും എന്റെ കീഴിലുള്ള ഈ 2 സ്റ്റേഷൻ ഉദ്യോഗസ്ഥരാരും മാറി നിന്നിട്ടില്ല ഇതുവരെ. ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞാല് നിങ്ങളുടെ കൂടെ നമ്മളുണ്ടെന്നും ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്താണെന്ന് ഈ സൊല്യൂഷൻ, അതുകൊണ്ട് പ്രസിഡന്റ് ഇത്ര വെയിറ്റ് ചെയ്യുന്നത് അത് ആലോചിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പൊ നമ്മൾ ചോദിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാം. നമുക്ക് ആലോചിച്ച് തീരുമാനം എടുക്കാം. ഞങ്ങളോടുണ്ടെന്നേ. വേണമെങ്കിൽ ആ സംവിധാനത്തിൽ വേണമെങ്കിൽ റേഞ്ചേഴ്സിലൂടെ ക്യാമ്പ് ചെയ്യും. വേണമെങ്കിൽ അതിന് ഇനി കൂടുതൽ വന്നാൽ DFOയുടെ സ്റ്റാഫും ക്യാമ്പ് ചെയ്യും. നമുക്കതിന് മടിയൊന്നുമില്ല. നമുക്ക് സർക്കാർ ശമ്പളം ചെയ്തത് അതിന് വേണ്ടിയിട്ടാണ്. രാത്രിയും പകലും നിങ്ങൾ പറഞ്ഞാലേ ഉറക്കം ഒഴിയാനാണെങ്കിൽ 24 മണിക്കൂർ. സാറേ, 8 കിലോമീറ്റർ അപ്പുറത്താണ് കണമലയിൽ ഒരാളെ ചവിട്ടിക്കൊന്നത്. സാറിന് അറിയാമല്ലോ. അന്ന് വന്നിട്ട് വെറും 10 ലക്ഷം രൂപ എടുത്ത് നീട്ടി വെച്ചിട്ട് അങ്ങ് പോയതേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് 10 ലക്ഷം രൂപ തീരുന്നതാണോ ഒരു ജീവിതം?
സാറിന്റെ കുടുംബത്തിൽ ആരും പോയാലേ സാറിന് അതിന്റെ ഗൗരവം അറിയത്തുള്ളൂ. 24 മണിക്കൂർ നമ്മൾ കൊടുക്കാനുള്ള നടപടി അതിന്റെ അല്ല, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാ. ഒരു ജീവന് കൊടുക്കുന്ന വില, ഒരു ജീവൻ ഒരു ഈ ചേച്ചി ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ള ചേച്ചിയാ. ആ പുള്ളിക്കാരി 7 ദിവസത്തിന് മേളിലായി. 7 ദിവസത്തിന് മേളിലായി. സ്റ്റാഫ് 7 ദിവസമെങ്കിൽ 7 ദിവസം സ്റ്റാഫ് ഇടണം. അതിന് സൊല്യൂഷനാ വേണ്ടത് സാറേ, സൊല്യൂഷനാ വേണ്ടത്. ഞങ്ങൾക്ക് സൊല്യൂഷനാ വേണ്ടത്. സാറേ ഉറക്കം ഒഴിയാനല്ല, വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കറങ്ങാം. സാറ് സൊല്യൂഷൻ പറ. ആയിക്കോട്ടെ സാർ, ഇതിന് അവരെ നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മളെല്ലാം മനുഷ്യരാണ് സാറേ. സൊല്യൂഷൻ പറ. ഇതിനെ ഒന്നീ എടുത്തുകൊണ്ട് പോവോ, എന്തെങ്കിലും ചെയ്യാൻ. ഈ പുള്ളിക്കാരന്റെ വീട്ടിൽ ഇന്നലെ കയറി പ്രസിഡന്റ് അറിയാം. ഈ പുള്ളിക്കാരന്റെ വീട്ടിൽ ഇന്നലെ എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലോ? തർക്കിക്കല്ല സാറേ, സൊല്യൂഷനാണ് വേണ്ടത്. സൊല്യൂഷൻ. കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഉറക്കളച്ചതിന്റെ കഥ പറയേണ്ട കാര്യമില്ല. നമുക്ക് സൊല്യൂഷൻ പറ സാറേ. തർക്കിക്കാനല്ല, ഡ്യൂട്ടിക്ക് തടസ്സമല്ല. ഇതേപോലെ 2-3 പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരും MLA അടക്കമുള്ളവരോടൊപ്പം നിന്നിട്ടായി വരുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് ഒരാൾ ചത്തു, ഒരാളെ ആന ചവിട്ടിക്കൊന്നു? അതും ഇതുമായിട്ട് ബന്ധം എന്ത് ബന്ധം? ഇവിടുന്ന് 8 കിലോമീറ്റർ അല്ലേ, നിങ്ങളുടെ വീട്ടിലല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് ആവശ്യമുള്ള കാര്യമില്ല അത് ഇവിടുത്തെ ജനങ്ങളല്ലേ, ഇന്ത്യൻ പൗരനല്ലേ, മരിച്ചത് ഇന്ത്യൻ പൗരനല്ലേ. അത് ഇതുമായിട്ട് ബന്ധമില്ലേ? കണമല സ്റ്റേഷനിൽ അണ്ടറിലല്ലായിരുന്നോ അത്? 2 പേരെ കാട്ടുപോത്ത് ചവിട്ടിക്കൊന്നു, അതില്ലായിരുന്നോ? അല്ല, ആവശ്യമില്ലാത്തല്ല സാറേ സൊല്യൂഷൻ. ഇതിനെ എടുത്തോണ്ട് പോയി വേറെ എങ്ങോട്ടും കൊണ്ടുപോവാ. നിങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നല്ല. ഞങ്ങളുടെ ജീവനും സ്വത്തിനും വേണ്ട സംരക്ഷണമാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാലും ഞങ്ങൾ അത് ഉൾക്കൊള്ളും. അതാദ്യം മനസ്സിലാക്കി. ഞങ്ങൾ തടസ്സപ്പെടുത്തിയില്ല. ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ ജീവനും സ്വത്തിനും വേണ്ട ഞങ്ങൾ തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉൾക്കൊള്ളും. ഞങ്ങൾ രാവിലെ 9 മണിയായിട്ട് പോയിട്ട് ഇവിടെ ഇരിക്കുക. നിങ്ങളുടെ വികാരവും നിങ്ങളുടെ വിഷമവും ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അതാണ് ഞങ്ങൾക്ക് വേണം. അത് ഞങ്ങൾക്ക് വേണം. അതുകൊണ്ടല്ലേ ഞങ്ങൾ തോടി പറ്റി വന്നത്. ഇന്നലെ എന്റെ വീട്ടിലാണ് കയറിയത്, നശിപ്പിച്ചത്. ആന ഇവിടെ വരുമ്പം ഫോറസ്റ്റുകാർ വന്ന് ഇവിടെ പടക്കം പൊട്ടിച്ചിട്ട് പോയാൽ ആന നേരെ അങ്ങോട്ടാണ് വരുന്നത്. MLAക്കും എല്ലാവർക്കും ശമ്പളമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ശമ്പളം. നിങ്ങളെല്ലാം ഞങ്ങളുടെ നികുതി പണം യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എല്ലാം ശമ്പളം കിട്ടുന്നത്. കിട്ടാൻ വേണ്ടിയാണ്. ഈ മണക്കയം കുരുമൂഴി പ്രദേശത്ത് നിന്ന് രാവിലെ സ്കൂൾ കുട്ടികൾ ഒരു 7 മണി തൊട്ട് സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്യുന്ന സ്ഥലം. ഒരാഴ്ചയായിട്ട് അവർ യാത്ര ഇതിന്റെ പ്രശ്നം കാരണം അവർ പോകുന്നില്ല. പക്ഷെ ഞങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ തരണം. അത് മസ്റ്റാണ്. കാരണം നാളെ ഞാനൊക്കെ നീതി നിഷേധിക്കപ്പെട്ട 1ാം ക്ലാസ്സായിട്ട് നീതി നിഷേധിക്കപ്പെട്ട വ്യക്തിയാണ്. അതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എല്ലായിടത്തും നമ്മൾ ഈ പറയുന്ന വാചകങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത്. അത് അതല്ല പറയുന്നത്. സൊല്യൂഷൻ ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 1.5 വർഷം മുമ്പ് 10-15 തെങ്ങ് അല്പം മുമ്പ് പറഞ്ഞു ഇവിടെ ആര് വരുമ്പോ അവിടെ പൊട്ടിക്കുന്നു എന്നുള്ളത് എന്താണ് പറഞ്ഞു. അപ്പൊ നമുക്ക് വേണ്ടതേ നിങ്ങൾ ഇനി ടെൻഷൻ അടിക്കണ്ട. നമുക്ക് ആരെങ്കിലും ഇവിടെ നിൽക്കാം. നമ്മുടെ സ്റ്റാഫ് ഓൾവേസ് ഇവിടെ ഉണ്ടാവും. കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ സാറേ നിങ്ങളോട് നിങ്ങളും കൂടെ നമ്മളോട് സഹകരിക്കണം. നമ്മൾ പറയട്ടെ ആരെങ്കിലും വേണ്ട കൂട്ടത്തില് പറയട്ടെ. നമ്മളുണ്ടെന്നേ അല്ലെ ഞാൻ നിൽക്കാം. പടക്കം പൊട്ടിക്കുമായിരുന്നു വിനോദം എന്ന് പറഞ്ഞു. തന്നെ ഇതുവഴി വന്ന് പടക്കം പൊട്ടിച്ചിട്ട് മേളിൽ പോയിരുന്നിട്ട് അത്രയും പുള്ളി ആദ്യമായിട്ടല്ലല്ലോ ഈ ആന ഇറങ്ങി എപ്പോഴൊക്കെ ആന ഇറങ്ങിയിട്ടുണ്ട്. അന്നേരം എല്ലാം വനവകുപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. രാത്രി മൊത്തം നിങ്ങളോടൊപ്പം ഉറപ്പ് ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച 2 ആഴ്ച അത് കയറി പോകാറുണ്ട്. ഇനി നമ്മൾ അത് തന്നെ ചെയ്യാൻ തയ്യാറാണ്. സാറേ പടക്കം പൊട്ടിച്ചിട്ട് സാറേ എന്താണ് സൊല്യൂഷൻ? ഞാൻ ഇത്രയും മെനക്കെട്ടെ ആവശ്യമില്ലാതെ സംസാരിക്കട്ടെ. ഇപ്പൊ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതല്ലേ. നമ്മളിപ്പോ നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് പറയും. ഞങ്ങൾക്ക് ഇതിനെ ഇവിടുന്ന് മാറ്റി തരാൻ പറ്റുമോ? മാറ്റി തരാം. നമുക്കത് പറയട്ടെ. അതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഈ ആനയുടെ നേച്ചർ അത് വന്നാല് ചിലപ്പോൾ 2-3 ദിവസം നിൽക്കും. ഇതിനെന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ആനയ്ക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ കാര്യം കൂടെ നോക്കണേ. നോക്കാം. ഒരു കാര്യം പറയട്ടെ. ഈ ആനയുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ആന തന്നെ മുൻപ് ഇവിടെ ഇറങ്ങുന്ന ആനയാണ്. സ്ഥിരം കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടില്ല ഇത്. എന്തായാലും വന്നെങ്കിൽ ആന വന്ന ഒറ്റയടിക്ക് പോകത്തില്ല. 2 ദിവസം ചിലപ്പോൾ നിന്നൊന്ന് വരാം. എന്തായാലും നോക്കാം. നമുക്കത് ഒബ്സർവ് ചെയ്യാം. അഥവാ ഇനി പോകുന്നില്ലെങ്കിൽ അതിന് നമുക്ക് സംവിധാനമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ. ഇനി അത് വന്നില്ലെങ്കിൽ നമ്മൾ മേളിൽ അറിയിച്ചിട്ട് വയനാട് പുങ്കിയാനെ ഉണ്ടെന്നേ കർണാടക അതിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിനെ ഡ്രൈവ് ചെയ്ത് അയക്കാം. അപ്പൊ നമുക്കതിന് പറയട്ടെ ആ സംവിധാനം ചെയ്യാതെ നമുക്ക് ഏതറ്റം വരെയും പോകാന്നേ. താൽക്കാലികമായിട്ട് ഇപ്പം ഒരു അപകടം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഞങ്ങളുടെ സ്റ്റാഫ് ഇവിടെ ഉണ്ട്. ഇത് റൗണ്ട് ക്ലോക്ക് പെട്രോളിംഗ് ആണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. ഇപ്പം ഇവിടെ ഈ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അതായത് കടമല സ്റ്റേഷനുണ്ട്, ഇവിടെ കരികുളം സ്റ്റേഷനുണ്ട്,
ആറാട്ടി ടീമുണ്ട്. ഓൾവേസ് ഒരു സ്റ്റാഫ്, ഏതെങ്കിലും ഒരു വണ്ടി സ്റ്റാഫ് ഈ പ്രദേശത്തുണ്ടാവും. നമുക്ക് ഒബ്സർവ് ചെയ്യാൻ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ പ്രസിഡന്റ് എത്രയോ മണിക്കൂറുള്ള നമ്മളത്തെ ഈ വിഷയത്തിന് പരിഹാരം കാണാൻ പ്രസിഡന്റ് ഇവിടെ മണിക്കൂറുള്ള നിൽക്കുന്നത് അദ്ദേഹത്തെ തിരക്കുമാറ്റി. അപ്പം സത്യത്തിൽ എനിക്ക് സന്തോഷം. അപ്പം നമുക്കൊരാളിനെ പ്രസിഡന്റ് പറഞ്ഞ നമുക്ക് ഒരാളിനെ വെക്കാം അവിടെ തൽക്കാലത്തേക്ക്. ഒന്നോ രണ്ടോ റൗണ്ട് എന്നുള്ളതല്ല. ഇവിടെ നിങ്ങൾ മണിക്കൂറിന് 6 മണിക്കൂറോ 3 മണിക്കൂറോ ഡ്യൂട്ടി ഇട്ട് നമുക്ക് നമ്മുടെ സ്റ്റാഫ് വയ്ക്കുന്നേ സ്റ്റാഫിന്റെ നാട്ടുകാർ വേണമെങ്കിൽ ഒരാളിനെ ഞാൻ പറയാം. RRT വരും ഇത്ര മണിക്കൂറിൽ, കടവലക്കാർ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കടവലക്കാർ വരും, അത് കഴിഞ്ഞ് വാച്ചേരിക്കാർ വരും എന്ന് പറഞ്ഞു പോകണ്ട. ഡ്യൂട്ടി കൊടുക്കുക 2 മണിക്കൂർ 4 മണിക്കൂർ വെച്ച് ഇതിനകത്ത് നിങ്ങളെ 7 ദിവസം ഡ്യൂട്ടി കൊടുക്കുക. ലോക്കലിൽ ഒരു കക്ഷിയെ 1-2 കക്ഷിയെ ഇവിടെ വെക്കുക. അപ്പോൾ രാവിലെ 8 മണി മുതൽ 10 മണി വരെ ആണ് ഏതെങ്കിലും ഫോറസ്റ്റ് സ്റ്റേഷനിൽ 2 പേർക്കോ 3 പേർക്കോ കൊടുക്കട്ടെ. അവർ വണ്ടിയെ കൊണ്ടുപോയിട്ട് മറ്റൊരു പോട്ടെ. മതിയൊന്നും നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും അടുത്ത 3 മണിക്കൂർ നേരം വേറെ സ്റ്റേഷനിൽ വരിക. RRTയുടെയും വേറെ വരിക 24 മണിക്കൂർ. അപ്പോൾ ഇവർക്ക് കണ്ടാൽ ആൾ വരട്ടെ. ഇനി അതുകൊണ്ടൊന്നും ആന വന്ന് കയറി ആക്രമിക്കുന്നു നിൽക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ നാട്ടുകാരുടെ വിഷമം തീരുമല്ലോ. അപ്പുറം പടക്കം പോലുള്ള അതൊക്കെ എത്തിക്കുന്നതാണ്. പമ്പാക്ഷൻ കണ്ണുണ്ട്, അത് പമ്പാക്ഷൻ കണ്ണുണ്ട്. ഞാനൊരു കണ്ണുകൂടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടാവും ആ പമ്പാക്ഷൻ കണ്ണുണ്ട്. എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇല്ലാതെ വരും. ഒരു ബുക്ക് കൂടെ ഒരു മിൻസ് ബുക്ക് പോലെ ഞങ്ങൾ ക്രമീകരിച്ചോളാം. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആ കാര്യത്തിൽ. നിങ്ങൾക്ക് അത്രല്ലേ വേണ്ടു. കൊണ്ട് പറയുന്നത് സംശയങ്ങളാണ്. സാറേ എന്തെങ്കിലും വന്നാൽ ഇന്ന് കരയുക പുള്ളിക്കാർ രാവിലെ വന്നപ്പോൾ. വേറെ ഒന്നും തോന്നരുത്. കാര്യം അവരുടെ വിഷമം കണ്ടോണ്ട് ഞാൻ ചിറ്റാറിന്ന് ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ രാവിലെ വിളിച്ച് എനിക്ക് വേറെ വകുപ്പില്ലാഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് പാലക്കാട് പോകേണ്ട വ്യക്തിയായിരുന്നു. ഇന്ന് പോകേണ്ട ഇവിടെ വന്ന് പുള്ളിക്കാരി വിളിച്ച് കരഞ്ഞു. അതിന്റെ പുറത്ത് ഇവിടെ വന്ന് കരഞ്ഞു. ഒരുപാട് പേരുണ്ടായിരുന്നു. നിങ്ങളുടെ നിരീക്ഷണത്തിൽ കഴിഞ്ഞാണോ വന്ന ആനയാണോ? ഞാൻ ചോദിച്ചില്ല. നിങ്ങളുടെ നിരീക്ഷണം വലിയ പറയാതെ കഴിഞ്ഞവിടെ നിന്ന് ആന അല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ നിരീക്ഷണം മാത്രമേ പറയരുത്. ഡ്യൂട്ടിക്കിട്ട് ഇവിടെ ലോക്കൽ കക്ഷികളെ ആദ്യത്തെ നിരീക്ഷണം അതാ വേണ്ടത്. ആദ്യത്തെ നിരീക്ഷണം ഈ നാട്ടുകാർ നിരീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നിരീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളാണ് പറയേണ്ടത്. ഇത് കഴിഞ്ഞവിടെ നിന്ന് ആനയല്ല, അത് ഇതെന്താണ് വരാൻ ഉള്ളത് എന്ന്. ഒരാൾ 1-2 പേര് നിരീക്ഷിച്ചാലേ അതിന് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ പറയുന്നു എന്തെങ്കിലും തകരാറ് കൊണ്ടായിരിക്കും 8 ദിവസം വരെ നിന്നേന്ന്. ഇവര് പറയുന്നു നല്ല കായിക ശേഷിയാണ്, പനാതെ പൊളിച്ച് ഒരു കുഴപ്പമില്ലാന്ന് പറയുന്നു. ഏതാണ്ട് നമ്മൾ അതിലൊന്നും ഞാൻ വിദഗ്ധനല്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവരും പരിചയമുള്ളവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾക്കാണ് ട്രെയിനിങ്, നിങ്ങൾക്കാണ് അതിനെ പറ്റിയുള്ളത്. ഇവര് രാവിലെ ഫോറസ്റ്റ് ഓഫീസർ വന്നിട്ട് ഒരു പടക്കം പൊട്ടിച്ചിട്ട് ഒറ്റ വിടിയിൽ വിട്ടു. പിന്നെ ഇവരെ ഇന്ന് വരെ കഴിഞ്ഞാൽ ഇത്ര സമയമായിട്ട് കണ്ടത്. കുറെ സാറ് വന്നായിരുന്നു, ഇല്ലെന്നല്ല പറഞ്ഞത്. അതിന് മുമ്പ് അധികാരപ്പെട്ട ആൾക്കാരെ ഞങ്ങളൊന്ന് അറിയിക്കണ്ടേ, എത്തിക്കണ്ടേ? തീർച്ചയായിട്ടും ഇനി നാളെ നിങ്ങളുടെ കരിങ്കുളത്ത് വിളിച്ചു കഴിഞ്ഞാൽ പറയും ഞങ്ങളുടെ ഏരിയ അല്ല, നേരെ അങ്ങനെ ഞങ്ങൾ ആരെയാണ് വിളിക്കേണ്ടത്? ഇനി അവർക്ക് തയ്യാറല്ലെങ്കിൽ ഈ നിൽക്കുന്നവരാരെങ്കിലും നിൽക്കട്ടെ. നമുക്കിനി ആരുടെയും പേരൊന്നും പറയാനില്ല. കാര്യം ഇവർക്ക് ഞാൻ അത് ആദ്യം ഒരു മനഃശാസ്ത്രമാണ്. ഒരാളെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ തന്നെയല്ലോ, അക്കരയിലും ഉണ്ടല്ലോ. രണ്ടും നോക്കണോ? അവിടെ ഉത്തരവാദിത്വം അത് പറഞ്ഞല്ലോ, നിഷേധിച്ചില്ലല്ലോ. ഇവരാരും പറഞ്ഞു നിരന്തരമായി നിരീക്ഷിക്കാനും ആളെയും വെക്കാനും പറഞ്ഞു. 3 ഷിഫ്റ്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ? നിൽക്കാൻ പറ്റുമോ? ഇവരുടെ കൂടെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? ഇവരെ സഹായിക്കാൻ പറ്റുമോ? നൈറ്റും പകലും ഒക്കെ പറ്റത്തില്ല. നമുക്ക് വേണ്ടത് ഇതിനുള്ളിൽ ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട് സാറേ, ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ മണക്കയം കുരുമൂഴി പ്രദേശത്ത് നിന്ന് രാവിലെ സ്കൂൾ കുട്ടികൾ ഒരു 7 മണി തൊട്ട് സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്യുന്ന സ്ഥലം ഒരാഴ്ചയായിട്ട് അവർ യാത്ര ഇതിന്റെ പ്രശ്നം കാരണം അവർ പോകുന്നില്ല. ഇന്നലെയൊക്കെ ആണെങ്കിൽ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേന് സ്കൂളിൽ വിളിച്ച് പറഞ്ഞിട്ട് കുട്ടികളെ നേരത്തെ പറഞ്ഞു വിട്ടു. അപ്പോൾ രാവിലെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് രാവിലെ ആ കുട്ടികൾ യാത്ര ചെയ്യുന്ന സമയത്തൊരു ഇത് കൊടുക്കുവാണെങ്കിൽ
ആ കുട്ടികൾ ഭയപ്പാടില്ലാതെ സ്കൂളിൽ പോയിട്ടും ഇവിടെ സാറേ അവിടെയാണ് കൃത്യമായിട്ട് ഒരു 3-4 കുട്ടികളെ അവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ട്. അവിടെയാണ് കൃത്യമായിട്ട് ഒരു 3-4 കുട്ടികളെ അവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ട്. നമ്മുടെ നേരെ അക്കരക്കര രാവിലെ ഒരു 2 സ്റ്റാഫിനെ അങ്ങോട്ട് പറഞ്ഞു ഇത് കൂടാതെ നമുക്ക് ഒരു 2 സ്റ്റാഫിനെ കടമല്ല നമുക്ക് അതൊക്കെ നമ്മൾ ചെയ്തോളാം. അവിടെ റെക്കോർഡുണ്ട്, വീഡിയോ ഉണ്ട്, നമ്മുടെ ജനറേറ്റർ ഉണ്ട്, അതൊക്കെ റെക്കോർഡുണ്ട്. ഇതൊന്നും വെറുതെ പറയുന്നത്. അതുപോലെ തന്നെ രാവിലെ സാറേ വൈകിട്ടൊരു ഏകദേശം ഒരു 3:30 ആകുമ്പോഴത്തേന് ഈ പരിസരത്തുള്ള കുട്ടികൾ വെൺകുറിഞ്ഞി, കൊല്ലമള, കുരുമ്മൂഴി, പിന്നെ ദൂരേക്ക് കാഞ്ഞിരപ്പള്ളിയിലൊക്കെ പോയി ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ ഏറ്റവും അവസാനം വരുന്നത് 6:30 ബസ്സിനൊക്കെയാണ് വരുന്നത്. അപ്പൊ അവർക്കൊരു അസൗകര്യം ഇല്ലാതെ ഭയപ്പാടില്ലാതെ കയറി പോകാനുള്ള ഒരു ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ അയൽവാസിയാണ് ഞാൻ. അപ്പോൾ ഇന്നലെ രാത്രി ഇവരുടെ വീട്ടിൽ ആളില്ലായിരുന്നു. എല്ലാ ദിവസവും ഞാൻ വരുമ്പോഴെല്ലാം അവരുടെ വീടിനടുത്ത് വരുന്നുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ഇവരെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇവരുടെ വീട്ടിൽ ചെല്ലാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. ഒരു കുഴപ്പമില്ല. ഇന്നലെ ഇതുപോലെ രാത്രി ഞാൻ പടക്കത്തിൻ്റെ ഒച്ച കേട്ടപ്പം ഇവരുടെ മമ്മിയെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സുജാത ഞാനിവിടെ ഇല്ല, ഞങ്ങൾ കോരിത്തോടിലാണ്, വീട്ടിൽ ആരുമില്ല സുജാത എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത വനത്തിൻ്റെ ഇറമ്പി താമസിക്കുന്ന ആളിനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ അല്ല എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ അടുത്ത ആളിനെ വിളിച്ചു. അന്നേരം പറഞ്ഞു അത് അപ്പുറം സൈഡിലും കണ്ട പടക്കം പൊട്ടത് ഞങ്ങളുടെ ഇവിടെ അല്ല എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ അടുത്ത ആളിനെ വിളിച്ചു. അപ്പോൾ രാത്രി 1:30 ആയെന്ന് ഓർത്തോണം. ഈ സമയത്തൊക്കെ ഞാൻ അവിടെ ഉറങ്ങാതെ ഈ പടക്കം പൊട്ടുന്ന കേട്ടിട്ട് ആരാ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ആനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ സ്റ്റാഫിനെ ഡെപ്യൂട്ടി സാറിനെ വിളിച്ചിട്ട് വരാൻ പറയും. അത് കഴിഞ്ഞ് അതാ പറഞ്ഞു ആന ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഇദ്ദേഹം പോലും അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ ഇവരുടെ വീട്ടിൽ ചെന്നോന്ന് ചോദിച്ചു. രാവിലെ ഞാൻ ഡെപ്യൂട്ടി സാറിനോട് വിളിച്ചു പറഞ്ഞു, സാർ ഇതുപോലെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹത്തിന്റെ ചെയ്തില്ല എന്നല്ല, നാളെ ഒരു അത്യാഹിതം ഇൻ കേസ് ദർ ഇസ് ആൻ എമർജൻസി ഉണ്ടായാൽ എന്ത് ചെയ്യും? സമ്മതിച്ചു. എടുത്തില്ലെന്ന് പറയുന്നല്ല, നാളെ ആർക്കെങ്കിലും ഒരു ആപത്ത് അത്യാഹിതം ഉണ്ടായാലത്തെ കാര്യമാണ് മേഡം ഞങ്ങൾ പറയുന്നത്. മുഴുവൻ കണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ വന്നാണ് ഇവിടെ നിൽക്കുന്നത് പറഞ്ഞ് ഇവിടെ വന്ന് നോക്കിയിട്ട് ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞു. സ്റ്റാഫുകൾ അപ്പൊ തന്നെ വന്ന ചേച്ചി. ആ സമയത്ത് ഞാൻ ഇവിടെ നിന്നു അത്രയും സമയം. ഈ ഒരാഴ്ച ഈ 6-7 ദിവസമായിട്ട് എന്ത് സൊല്യൂഷൻ ചെയ്തു ചേച്ചി? അങ്ങനെയല്ല. പിന്നെ അവിടുന്ന് ആൾക്കാർ പറഞ്ഞു ചോദിച്ചു, എന്റെ മക്കൾ ഉൾപ്പെടെ ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ ഓടിച്ചില്ല. പിള്ളേരെ കൊണ്ടുവിട്ടിട്ട് വന്ന ഒരു പയ്യൻ ചെന്നപ്പം അവന് കക്കൂസി പോകണം തോന്നി. അവൻ ചെന്നപ്പം ആനയുടെ കീഴിലോട്ട് അവൻ ചെന്നത്. സത്യാവസ്ഥ ഇതാ. അപ്പൊ ആന ചീറ്റിക്കൊണ്ട് തിരിഞ്ഞപ്പോ ഇവൻ ഓടി. അത് സത്യം. ഇന്നലെ ഒരാളെ ഓടിച്ചിട്ടില്ല. പിള്ളേരെ ഞങ്ങൾ സ്കൂളിൽ വിടുന്നില്ല. ഇന്നലെ അതാ പറഞ്ഞത്. പ്രായമുള്ള മനുഷ്യരെ പിള്ളേരെ അല്ല, പിള്ളേരെ ആരെ കഴിഞ്ഞ ഒരു 7 ദിവസമായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയും. ഇവരോട് ഞാൻ സമാധാനം ഒരു അത്യാഹിതം ഉണ്ടായാൽ ഇൻ കേസ് ദർ ഈസ് ആൻ എമർജൻസി. അല്ലല്ല ഒരു സെക്കൻഡ്. ഇവിടുന്ന് 8 കിലോമീറ്റർ അല്ലേ ഉള്ളൂ കണമല്ലേ. സ്വന്തം കെട്ടിവന്റെ മുന്നിട്ടല്ലേ ചവിട്ടിക്കൊന്നേ. അന്നേരം എവിടായിരുന്നു ഫോറസ്റ്റുകാരൻ? അന്നേരം എവിടായിരുന്നു? എവിടെ? എന്നിട്ട് എന്ത് ചെയ്തു? 10 ലക്ഷം രൂപ തീർത്തു. 10 ലക്ഷം രൂപ തീർത്തു. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പണി പിന്നെ എന്നതാ? ഫോറസ്റ്റിലെ മൃഗം ഫോറസ്റ്റിനകത്തിരിക്കണം. 1972 നിയമം ഫോറസ്റ്റിനകത്ത് നാട്ടാർ എന്താ ആത്മാർത്ഥത? അഴിമതി കാണിക്കുന്നതല്ല ആത്മാർത്ഥത. അല്ലേ? അത് പറയരുത് മേഡം. അങ്ങനെ പറയരുത് മേഡം. അഴിമതി നന്നായിട്ട് അഴിമതി നടക്കുന്ന ഡിപ്പാർട്ട്മെന്റാ. ഇവിടുത്തെ ജനങ്ങളെ പൊട്ടന്മാരാക്കുക. ഒരു മരം വീണ 700 രൂപ, ഒരു പാവത്തിന് തല പോയ 10 ലക്ഷം രൂപ. എന്ത് പറയാൻ? എവിടെ പോയി വാക്ക്? ആ പാവം പിടിച്ച് ചവിട്ടിക്കൊണ്ടപ്പോ അങ്ങനെ പറയരുത്. അല്ലേ? പാവം പിടിച്ച 7 ദിവസം ഇവിടെ ഇരിക്കുക. അങ്ങനല്ല മേഡം, അങ്ങനെ സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കരുത്. ആവശ്യമില്ലാതെ സംസാരിക്കരുത് സാർ. അങ്ങനെയല്ല സാറേ, അത് പറഞ്ഞത് തെറ്റാണ്. കാര്യം ഒരു അത്യാഹിതം ഇൻ കേസ് ദർ ഈസ് ആൻ എമർജൻസി വാട്ട് വിൽ ഡു? ആര് റെസ്പോൺസിബിലിറ്റി എടുക്കും? അതെ, ഒരു തെങ്ങ് വില 700 രൂപയാണ് കിട്ടുന്നത്. അതെ, ഒരു മനുഷ്യൻ ചേർത്ത 10 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. അതെ, എന്തിനാ നിസ്സാരമായിട്ടും കൊടുത്തു എന്ന് പറഞ്ഞാൽ തീർക്കുമല്ലേ? ഫുൾ സ്റ്റോപ്പ് ചെയ്യല്ലേ? ആർക്ക് പോയി? ഇവർക്ക് പോയി, ഈ കുടുംബത്തിന്, ആ ചേച്ചിക്ക് പോയി, ആ ചേച്ചിയുടെ മക്കൾക്ക് പോയി. എന്റെ കാല് പോയി, എന്റെ ജീവിതമാണ് പോയത്. അതെ, എനിക്ക് നീതി നിഷേധിച്ചപ്പോ പറയുന്നല്ലോ അഴിമതി ഇല്ലെന്ന്. എന്താ പറ, അഴിമതി എവിടെ ഇല്ലാത്ത? പറ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാ ചേച്ചി ഇത്രയും പറഞ്ഞല്ലോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അഴിമതി ഇല്ലെങ്കിൽ പറഞ്ഞു ഞാനിപ്പോ ഈ പണി നിർത്തും. മില്ലുകാരെന്ന് പറഞ്ഞ പണി ഈ ആളിപ്പോ ഇവിടെ നിർത്തും പരിപാടി. എന്നോട് പറയരുത് കേട്ടല്ലോ അഴിമതിയെ പറ്റി, ഫോറസ്റ്റിനെ പറ്റി. ഇവിടെ വലിയ സാറിരിക്കുക. അഴിമതിയെ പറ്റി പറയരുത്. എത്ര കോടി രൂപ ജനങ്ങളുടെ കാർബൺ ഫണ്ട് മറ്റേ ഫണ്ടെന്ന് പറഞ്ഞ് അടിച്ചു മാറ്റുമല്ലേ സാധാരണപ്പെട്ട ജനങ്ങളുടെ? ഈ മരത്തിന്റെ കാർബൺ ഫണ്ട് എങ്ങോട്ട് പോകുന്നു മാഡം പറ. അങ്ങനല്ല വേണ്ടത്. അല്ല, ആ ഗാർഡ് കയറി ഇറങ്ങേണ്ട കാര്യമില്ല. ഇവിടെ റേഞ്ച് ഓഫീസറിലേക്ക് മേലുദ്യോഗസ്ഥനുണ്ട്.
ആ മേരി ദിവസം ഇരിക്കുകയാണ്. സ്ത്രീകളെ ഇറക്കി മുന്നോട്ട് നിർത്തിയിട്ട് വേറെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതൊന്നും നടക്കത്തില്ല. ഇനി തീരുമാനമാക്കിയിട്ട് പോയാൽ മതി. ഇനി തീരുമാനമാക്കിയിട്ട് പോയാൽ മതി. ഇത്രയൊക്കെ ആയി. തീരുമാനമാക്കിയിട്ട് പോയാൽ മതി. ഇവിടെ സാറ് നിൽപ്പുണ്ട്, ഇവിടെ ഡെപ്യൂട്ടി മാർ നിൽപ്പുണ്ട്, അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. നാട്ടുകാരുടെ അല്ല സാറേ, നാളെ ഇവിടുന്ന് 8 കിലോമീറ്ററേ ഉള്ളൂ. എവിടെ പോയിരുന്നു നീമ? എവിടെ പോയിരുന്നു? നീമ എവിടെ പോയി? ആ ചേച്ചിക്കും ആ കുടുംബത്തിനും പോയി. ഞാൻ നിങ്ങളോടൊക്കെ ഒറ്റ ഒരു കാര്യം വൈരാഗ്യത്തിന്റെ പേരിലല്ല പറയുന്നത്. നിങ്ങൾ അതിന് വന്നാലും നിങ്ങളുടെ ഇതിലൊന്നും അല്ല വന്നാൽ ഞങ്ങൾക്ക് സാറിനറിയോ, എന്നെ ഇവിടുന്ന് ഈ ഏറിയെന്ന് ഒരു പാമ്പിന്റെ വിഷയം പറഞ്ഞ് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ. എന്ത് എങ്ങോട്ട് പോയി അവനൊക്കെ? ഞങ്ങൾ ഇവിടെ രാത്രി വന്നു, ഇവിടെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ചിറ്റാറിയിരുന്ന സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ഇവർ പറയുന്നല്ലോ ഭീഷണി കാര്യം. രാത്രി വേറെ പണിയും. രാത്രി ഇന്ന് രാത്രി തൊട്ട് തുടങ്ങും. മില്ലുകാരൻ വർഗീയവാദി എന്ന് പറഞ്ഞ് തുടങ്ങും പരിപാടി. ഇവിടുത്തെ വിഷയമാണ് സാറേ. സാധാരണപ്പെട്ടവർക്ക് വേണ്ടി ഇറങ്ങി സംസാരിക്കുമ്പോൾ അവരെ എങ്ങനെ പെടുത്താമെന്ന് പറഞ്ഞ് നോക്കി നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നിങ്ങൾ. എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കുന്നത്. നല്ലവരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്, എനിക്കറിയാം നന്നായിട്ട്. 7 ദിവസം സാറേ ഈ പുള്ളിക്കാരി നോക്കാം, ഓപ്പറേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തിയാ. 7 ദിവസമായിട്ട് ഉറങ്ങിയിട്ട് കരയാണ്. സാറിന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്, അതിന്റെ പുറത്ത് നമ്മൾ സംസാരിക്കുക. അല്ലെ ലോക്കലായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നേ. നിങ്ങൾ അവരെ കൂടെ ഒന്ന് സഹായിക്കാൻ നിൽക്കേ. 1972 ഒരു വൈൽഡ് നിയമം പറഞ്ഞിട്ട് ജനങ്ങളുടെ മെക്കിട്ട് കുതിര കയറാൻ വേണ്ടി എന്തെങ്കിലും അറിയോ? അതുമില്ല. അല്ല സാറേ, അത് ശരിയായ നടപടിയല്ല സാറേ. എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കും, ഞാനും മനുഷ്യരാണ്, നിങ്ങളും മനുഷ്യരാണ്. നമുക്ക് ആർക്കെങ്കിലും ഒരു വാച്ചർ, സാറിനറിയോ, ഒരു വാച്ചർ ഞാൻ ഇന്ന് പോയി, ഞാൻ വയനാട്ടിൽ ചെന്നപ്പോൾ ഒരു വാച്ചർ ചവിട്ട് കൊണ്ട് കിടക്കുക. പാവം പിടിച്ച ലേഡി ഇന്നും കിടന്ന് അധ്വാനിക്കുക. കഷ്ടമുണ്ട്. ഒരു കുടുംബനാഥന തീർന്നു പോയത്. അതും വനത്തിൽ പോയിട്ട് പാവം ആനയുടെ കീഴിൽ ചെന്ന് കയറി കൊടുത്തു. പാവം കഷ്ടമുണ്ട്. നിങ്ങളും മനുഷ്യരാണ്. പറയുന്നൊന്ന് മനസ്സിലാക്കണം. അത് നിങ്ങളെല്ലാവരും നമ്മളെ ഒന്നിച്ച് നിന്നാലേ കാര്യമുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് യാതൊരു കഥയില്ല. എന്നും ഇതുപോലെ തന്നെ, എന്നും അടിയാണ്. നമ്മളെ ആണ്ട് ദിഗട്ടജീവി കാണുന്ന സാറിനോട് ഞങ്ങൾ നല്ല സ്നേഹം. അതൊക്കെ സാറേ വന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് വിഷമമുണ്ടെന്നറിയോ നമ്മൾ. ഞാൻ എന്നിട്ടും പറയും, ജനങ്ങളോടൊപ്പം ആനയെ ഓടിക്കാൻ പോയിട്ട് ഈ സ്റ്റേഷനിലെ ഒരു സ്റ്റാഫിന് ആന മരിച്ചതല്ലേ? സ്റ്റാഫല്ലേ? ഞങ്ങളത്ര വികാരിതരാകും നമുക്ക് സാറേ. കാര്യം നാളെ ഒരാൾ പോയാൽ നാളെ അവരുടെ മക്കളും കുഞ്ഞുങ്ങളും ഭാര്യയും മക്കളും കൂടെ വന്നിട്ട് മില്ലുകാരെ ഇന്ന സംഭവം നമ്മളെ പലരും വിളിക്കുന്നുണ്ട്, വിളിച്ച് കരയുന്നുണ്ട്. എത്രയോ പാവങ്ങൾ. എത്രയാണ് നമ്മളെ കൊണ്ട് പറ്റുന്നത്? ഞങ്ങൾക്ക് നല്ല ലിമിറ്റേഷൻസ് ആണ്. സാറ് പറഞ്ഞു നാളെ ഇങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് ബോധ്യപ്പെടണമല്ലോ. വന്നിട്ട് അങ്ങനെ പറയാൻ പാടില്ല. ആ കാര്യം ഞാൻ ഇവരിത് പറയുന്ന പോലെയല്ല. നാളെ ഇന്നവരായിരിക്കുമ്പോൾ ഇന്ന് ഇന്ന സ്റ്റേഷനിലെ ഡ്യൂട്ടിക്കാർ നാളെ ഇന്നൊരാൾ അത് പറയണം. അത് നേരത്തെ ബോധ്യപ്പെടുത്തണം. ഞാൻ പിന്നെ ഇത്ര നല്ല ആ കാര്യം ഇവർ പറയുന്ന പോലെയല്ല, അത് എന്നെ ബോധ്യപ്പെടുത്തണം. തീർച്ചയായിട്ടും തൽക്കാലം സ്റ്റേഷൻ ഡ്യൂട്ടിയാണ്. സുരേന്ദ്രൻ ഇവിടെ തന്നെ കണ്ടാൽ മതി. സ്റ്റേഷനിൽ പോകാറില്ലേ? സ്റ്റേഷനിലെ ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പോൾ സുരേന്ദ്രൻ ഇവിടെ തന്നെ കണ്ടാൽ മതി തൽക്കാലത്തേക്ക്. സുരേന്ദ്രൻ അപ്പോൾ സുരേന്ദ്രൻ തൽക്കാലം അക്കരെ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. ബാക്കി അക്കരെ വീശുവാണ്. ഇപ്പുറത്ത് അവിടെ സ്റ്റാഫും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പുറത്ത് അടിയന്തരമായിട്ട് വരത്തക്ക ഒരു സംവിധാനം ചെയ്തോളാം. പിന്നെ അത് പറയട്ടെ. അടുത്തത് നമ്മുടെ സ്കൂളിൻ്റെ ഈ കുട്ടികളുടെ ഒരു പേടിയുടെ കാര്യമല്ല പറഞ്ഞത്. നമുക്ക് കണമന സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും ഒരു സ്റ്റാഫിനെ ഒരു രാവിലെയും വൈകുന്നേരം ഒരാളോ രണ്ടാളോ ഈ ഒരു പ്രതിസന്ധി നമുക്ക് അതിനെ ഓടിച്ചുവിടാനുള്ള സംവിധാനം ചെയ്യാം. അതുവരെ കണമന സ്റ്റേഷനിൽ തൽക്കാലം ഒരു രാവിലെ ഒരു 8 മണി കഴിഞ്ഞിട്ട് GD എഴുതിയിട്ട് 2 സ്റ്റാഫിനെ അവിടെ നിന്ന് അവരുടെ ഡ്യൂട്ടിക്ക് ഇവിടെ ഡെപ്യൂട്ടി അവരുടെ ഒരു പോയിന്റ് ഡ്യൂട്ടി പോലെ, അത് പിക്കറ്റ് ഡ്യൂട്ടി പോലെ അവരവിടെ നിൽക്കട്ടെ. അവർ ഉച്ചയ്ക്ക് പോകുമ്പോൾ ഉച്ചയ്ക്ക് ഒരു ടീമിനെ പോട്ടെ. അപ്പോൾ ഫുൾ ടൈം 2 പേരോടെ കാണും. 4 പേര്. അപ്പോൾ അവർ 4 പേര് 2 പേര് ഒരു രാവിലെ ഒരു 7 മണിക്ക് അവർ ഡ്യൂട്ടി എഴുതി പോട്ടെ. GD എഴുതുന്നതിന് മുമ്പ് 7 മണിക്ക് അവർ എന്നിട്ട് അവർക്ക് പിന്നെ നമുക്ക് എന്താ ചെയ്യാം. അവർ ഉച്ചവരെ നിൽക്കട്ടെ. ഉച്ചയ്ക്ക് പോകുമ്പോൾ ഉച്ചയ്ക്ക് ഒരു ടീം വരുമ്പോൾ ഇവർ പോട്ടെ. അപ്പോൾ ആ 2 സ്റ്റാഫ് അവിടെ ഉണ്ടാവും. ആരെങ്കിലും തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് അവിടെ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ വേറെ സ്റ്റേഷനിൽ നമ്മൾ അറേഞ്ച് ചെയ്തോളാം.
സ്റ്റേഷന്റെ എന്തെങ്കിലും സുരേന്ദ്രനാണെങ്കിലും മതിയെന്ന് ആ അതെ ഒരാൾ സുരേന്ദ്രന്റെ കൂടെ ഒരു സ്റ്റാഫിനെ വെള്ളം അടിക്കാത്തവരാണ് അവരുടെ കുട്ടികളുടെ കൂടെ ഒന്ന് പോകാനും അത് നോക്കട്ടെ. പിന്നെ ഇതിന്റെ ഒരു കൺട്രോളിങ് നിങ്ങൾ 2 ഡെപ്യൂട്ടിമാരും ഒപ്പം ഞാനുണ്ട്. നിങ്ങൾ 2 ഡെപ്യൂട്ടിമാരും RRT നിങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾ 2 കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ 2 സ്റ്റാഫിന് തൽക്കാലത്ത് ഇവിടെ 2 സ്റ്റാഫ് തൽക്കാലം റൂട്ട് നമുക്കാണ്. നമ്മുടെ ഒരു വണ്ടി ഇവിടെ കാണട്ടെ. രാത്രി ഒരു 7 മണി കഴിഞ്ഞിട്ട് ഒന്നിൽ നിങ്ങളുടെ വണ്ടി പോയാൽ മറ്റേ വണ്ടി വരണം. നിങ്ങളുടെ 2 വണ്ടി നിങ്ങൾക്ക് അടിയന്തരമായിട്ട് അവിടെ നിന്ന് വണ്ടിയുടെ ഷോർട്ടാൽ വന്നാൽ RRT വണ്ടി ഒന്ന് ഇവരുടെ പോയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ 2 വണ്ടിക്കും എമർജൻസി എന്തെങ്കിലും ഉണ്ടാണെങ്കിൽ ഇവരറിയിച്ച കൃഷ്ണകുമാർ അറിയിച്ചാൽ RRT വണ്ടി ഇവിടെ വരും. അപ്പോൾ ത്രൂ ഔട്ടൊരു വണ്ടി ഉണ്ടാവും. വണ്ടിയും 2 സ്റ്റാഫും ഉണ്ടാവും. അതിൽ കമ്പൽസറി നമ്മുടെ പിന്നെ ഈ പമ്പാക്ഷൻ കണ്ണും പടക്കവും അടക്കമുള്ള മറ്റേ തൂക്കടക്കമുള്ള എല്ലാം ഉണ്ടാവണം. ഇവിടെ കിടക്കണ്ട. നമുക്ക് ഒരു അല്ല ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് നമ്മുടെ വണ്ടി ഒരു 5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഒരു വണ്ടി എൻഷുർ ചെയ്യണം. അത് നമുക്ക് വരുന്ന ആലോചിക്കാം. എങ്ങനെ വേണോ നിങ്ങൾ തമ്മിൽ ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ രാജാമ്പാറക്കാരെ വിളിക്കാൻ പറ്റത്തില്ല, അവിടെ ദൂരെ കൂടുതലാണ്. നിങ്ങൾ 2 വണ്ടി തൽക്കാലം കണമലയും ഈ 2 വണ്ടിയും കൂടെ തൽക്കാലം നമുക്ക് ഒരു 5 കിലോമീറ്റർ ചുറ്റുള്ള ആരെങ്കിലും വിളിച്ചാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് എത്തത്തക്ക രീതിയിൽ ഇവർ വിളിച്ചാൽ പിന്നെ ഡിലേ വന്നിട്ട് ഇവരുടെ പരാതി വരരുത്. എത്തിയില്ല എന്നുള്ള പരാതി. ആ എത്തുന്ന ആൾ ആരാന്ന് പറഞ്ഞാൽ അവരെ വിളിക്കുന്നവരെ ആദ്യം പോയി കണ്ടിട്ട് അവിടുത്തെ വിളിച്ചിട്ട് ഇന്നടത്തുണ്ടെന്ന് പറഞ്ഞ് അതൊന്ന് ഉറപ്പാക്കണം. എന്നിട്ട് നിങ്ങളിത് കൃത്യമായി എന്നെ മോണിറ്റർ ചെയ്യുക, എന്നോട് വിളിച്ച് പറയുകയും വേണം. ഇവിടുത്തെ ഈ ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ടത് കറക്റ്റ് ഡെയിലി റിപ്പോർട്ടിങ് കൃത്യമായി എനിക്കത് റിപ്പോർട്ട് അറിയിക്കണം. ആരൊക്കെയാണ് ഒരു ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്, ആരൊക്കെയാണ് ഇവിടെ ഡിപ്ലോയ് ചെയ്തേക്കുന്നത്, അവിടെ ആരാണ് വെച്ചേക്കുന്നത്, ഇവിടെ ഏത് വണ്ടി എത്ര സമയം കൊണ്ട് എത്ര മണി വരെ ഇവിടെ ആരാണ്, ആഫ്റ്റർ എത്ര മണി വണ്ടിയിൽ ആരാണെന്നുള്ളത് കറക്റ്റ് കൃത്യമായി എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണം. വാട്സപ്പിൽ ചെയ്താൽ നമ്മുടെ ഒഫീഷ്യൽ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ആ ഗ്രൂപ്പിൽ റിപ്പോർട്ടിംഗ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ എനിക്ക് ഇട്ടാൽ ഞാൻ എന്തെങ്കിലും ഒരു സജഷൻ അടിയന്തരമായിട്ട് ഈ പ്രദേശത്തെ ആളുകളെ കൂടി ഒരു വാട്സപ്പ് തീർന്നില്ല അതിലേക്ക് വരുവാ ഞാൻ. നമ്മൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ നമ്പർ തീർന്നില്ല അത് നമ്മുടെ ഡ്യൂട്ടി ക്രമീകരണമാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തോടത്തോണം. ഒന്ന് പിന്നെ ഈ വാച്ചർ അവിടെ സ്ഥിരം നിൽക്കട്ടെ. സുരേന്ദ്രൻ്റെ കൂടെ ഒരു സ്റ്റാഫിനെയും കൂടെ അവിടെ വെക്കാം. അയാൾ ത്രൂട്ട് ഒരാൾ കണ്ടാൽ അയാൾ തന്നെ ത്രൂട്ട് വൈകുന്നേരം വരെ നിൽക്കുന്ന ബില്ലിംഗ് ആണെങ്കിൽ അയാൾക്ക് ഭക്ഷണം കൂടെ കൊണ്ടുവരുവാണെങ്കിൽ അയാൾ നിന്നോട്ടെ. അത് നിങ്ങൾ ക്രമീകരിക്കാം. പക്ഷേ ഒരാൾ ഉറപ്പ് വേണം. രാവിലെ സ്കൂളിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോൾ അവരുടെ ഒന്ന് സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അപ്പോൾ തൽക്കാലം അത് ചെയ്യാം. അപ്പോൾ അതൊന്ന് ഉറപ്പാക്കുക. അത് കണവര സ്റ്റേഷൻ ചെയ്യുക. ഇനി മറ്റേ ഡ്യൂട്ടിയുടെ നമ്മുടെ 2 പേരും കൂടെ നമുക്ക് കൂടിയാലും ചെയ്യാം. പിന്നെ അടുത്തത് നമുക്ക് റാന്നി ഡിവിഷൻ കേന്ദ്രീകരിച്ച് SMS അലർട്ട് സിസ്റ്റം ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്. കേട്ടിട്ടുണ്ടോ പിള്ളേരെ? SMS അലർട്ട് സിസ്റ്റം. അപ്പോൾ ഈ വാട്സപ്പ് എല്ലാവർക്കും ഉള്ളതല്ല. അപ്പോൾ ഇവിടെ ആന ഇറങ്ങുവാണെങ്കിൽ ആ SMS അലർട്ട് സിസ്റ്റത്തിൽ ആ നമ്പർ ഇന്ന് തന്നെ അതാരെ കളക്ട് ചെയ്തു. ഇന്ന് ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള മൊത്തം പേരുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് എനിക്ക് കൂടിയപ്പോൾ ഈ നമ്പറുകളെല്ലാം അന്ന് അവിടെ വെച്ച് മേടിച്ചായിരുന്നു. പക്ഷെ അതിന്റെ ഒരു റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ല അത് മെസ്സേജ് നമുക്കിപ്പോഴേ നമുക്ക് റേഞ്ചിൽ പിന്നെ റാന്നി ഡിവിഷനിൽ റാന്നി റേഞ്ച് കേന്ദ്രീകരിച്ചൊരു SMS അലർട്ട് സിസ്റ്റം ഈ അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാൻ SMS അലർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞ പ്രസിഡന്റ് ഒരു സംവിധാനമുണ്ട്. അപ്പോൾ വാട്സപ്പ് എല്ലാവർക്കും ഇല്ല. വാട്സപ്പ് എല്ലാവർക്കും ഇല്ല. ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുന്ന നമ്പർ കൊടുത്താൽ പോലെ അങ്ങനല്ല. അതിൽ വാട്സപ്പ് എല്ലാവർക്കും ഇല്ലാത്തതുകൊണ്ട് SMS അലർട്ട് സിസ്റ്റത്തിൽ നമ്മളൊരു മെസ്സേജ് അയച്ചാൽ ഈ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് എല്ലാവർക്കും പിന്നെ സ്ഥലത്ത് വാട്സപ്പ് മെസ്സേജ് അല്ല അത് ഈ വാട്സപ്പ് റേഞ്ച് ഉള്ളിടത്തല്ലേ കിട്ടും. റേഞ്ച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് കിട്ടും. ഇന്ന ഭാഗത്ത് ആന ഇറങ്ങിയിട്ടുണ്ട്, ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണെന്നുള്ള മെസ്സേജ്. അപ്പോൾ ഇന്ന് തന്നെ ഇവിടുത്തെ ഈ ബെനിഫിഷ്യറി ഈ പ്രദേശത്തുള്ള മൊത്തം പേര് അത് നമ്മുടെ 2 സ്റ്റേഷൻ കൂടെ നാളെ നിങ്ങൾ ലോക്കൽസ് ആരെങ്കിലും ഒന്ന് സഹായിക്കണം. അപ്പോൾ SMS അലർട്ട് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ട ഒറ്റയടിക്ക് ഒരു മെസ്സേജ് കൊടുത്താൽ 300 പേർക്ക് ഒറ്റയടിക്ക് മെസ്സേജ് കിട്ടും. അപ്പോൾ അവർക്ക് നിങ്ങൾക്കല്ല അല്ല സാറ് എങ്ങനെ അറിയിക്കുമെന്നാണ് എന്റെ ചോദ്യം. അറിയിച്ചാൽ മതി. ഇവിടെ ആളുണ്ടല്ലോ. ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനം അതിന്റെ നമ്പർ ഗ്രാമപഞ്ചായത്ത് 952 പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ഞങ്ങൾക്ക് മെസ്സേജ് വരുന്നുണ്ട്. ഇങ്ങനെ എന്ന് പറഞ്ഞ പോലെ ഇതല്ല വാട്സാപ്പിലല്ല വരുന്നത്, ടെക്സ്റ്റ് മെസ്സേജ്. എന്തറിയോ ഇപ്പൊ അതായത് ഇപ്പൊ ഒരു സ്ഥലം അവിടെ ആ സ്ഥലം കുറുമ്പുവഴിയല്ലേ മണക്കയത്തിന്റെ ഇന്ന ഭാഗത്ത് ആന ഇത്ര മണിക്ക് ആനയുടെ സാന്നിധ്യം ഉണ്ട് എന്നൊരു മെസ്സേജ് ഇട്ട് ജാഗ്രത പാലിക്കേണ്ട ഒരു മെസ്സേജ് വന്നാൽ
അത് നമ്മുടെ വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിൽ നിന്ന് അയക്കുമ്പോൾ ഈ ഇരിക്കുന്ന എല്ലാവരുടെ മൊബൈലിലും അത് കിട്ടും. എല്ലാവർക്കും ശരിയാണ് സാറേ, ഞാൻ ചോദിച്ചത് ഈ ആന ഇറങ്ങിയെന്ന് ഒരാളെ ഇപ്പൊ ഞാൻ കണ്ടു. ഇത് അറിയിക്കാൻ വേണ്ടി ഒരാളെ ഡ്യൂട്ടി മാറി മാറി വരുന്ന ആളുകളെ അറിയിക്കും. ഇവിടെ ഒരാൾ ഡ്യൂട്ടിയിലുണ്ടല്ലോ. അല്ല ഇവിടുത്തുകാർക്ക് എവിടെയെങ്കിലും ഒരാള് ഈ ഡ്യൂട്ടി സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നത്. സിസ്റ്റത്തിലേക്ക് ആരുടെയെങ്കിലും ഒരാളിലേക്ക് വിളിച്ചു പറഞ്ഞാൽ മെസ്സേജ് ചെയ്തു. ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ ഇവിടെ ഡ്യൂട്ടിയിൽ ഓൾറെഡി ഒരാൾ ഉണ്ടാവുമല്ലോ. കൂടാണ്ട് ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് കിട്ടുക അവർക്കൊരു മുൻകരുതൽ മലയാളത്തിലെ മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് വരും. നമുക്ക് SMS അലർട്ട് സിസ്റ്റം അത് ഉപയോഗിക്കാം. അപ്പോൾ അടിയന്തരമായിട്ട് നമുക്ക് ഇന്ന് തന്നെ പിന്നെ ഇവിടെ ആരെങ്കിലും നിങ്ങൾ ഗണേഷേ ഉണ്ട് സാർ. ഗണേഷും ഒരു ഷിൻഡോ ഇവിടത്തെ പിന്നെ നിങ്ങളുടെ സ്റ്റേഷനിൽ കൂടെ ഇത് അക്കരയല്ലേ വടക്കയം കണമലയാ സാറേ. മണക്കയം കണമലയാ മണക്കയെ ഫോൺ നമ്പർ ഫോൺ നമ്പർ